തെറ്റും ശരിയും പറഞ്ഞു മനസ്സിലാക്കി താ. നിങ്ങൾ ഞങ്ങളോട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, 100 കുറ്റങ്ങൾ നിങ്ങൾ ഞങ്ങളിൽ കണ്ടുപിടിക്കും. ഞങ്ങളെ ശപിക്കരുത്. അടുത്ത വീട്ടിലെ കുട്ടിക്ക് 2 മാർക്ക് കൂടുതൽ കിട്ടിയാൽ നീ എന്തേ ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിക്കരുത്. ഇതാണ് ഐസക്കുട്ടി. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ്. അവളുടെ സംഭാഷണ ചാതുര്യം ആരെയും ആകർഷിക്കുന്നതുമാണ്. ഒരു നല്ല കാര്യം ചെയ്താൽ മാതാപിതാക്കൾ ഞങ്ങളെ ഒന്ന് അഭിനന്ദിക്കാറുണ്ടോ? ഉണ്ടോ? ഇതാണ് അവൾ പറയുന്നത്. അപ്പോൾ മാതാപിതാക്കളെ കുറിച്ച് ഇവളുടെ മനസ്സിൽ എന്താ പറയുക, കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അവൾ സംസാരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ പല തരത്തിലുള്ള ഒരു പ്രതിഷേധവും എല്ലാം കൂടിയുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മൾ മാതാപിതാക്കളെ കാണുന്നതിന് മുൻപേ, അതായത് പ്രഗ്നൻസി പീരീഡ് മുതൽ കുട്ടികളെ സ്നേഹിച്ച് തുടങ്ങിയവരാണ് മാതാപിതാക്കൾ. എന്നാൽ നമ്മളൊരു ചെറുപ്രായത്തിലൂടെ കടന്നു വന്നതിന് ശേഷമാണ് നമ്മൾക്ക് കൂട്ടുകാരെ കിട്ടുന്നത്. അതുകൊണ്ട് അച്ഛനും അമ്മയുടെയും നേരെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ദേഷ്യം വന്നാലും ഒരു വാക്കുപോലും നിങ്ങൾ അവരുടെ നേരെ നോക്കി പറയരുത്. രക്ഷിതാക്കളുടെ നേരെ നോക്കി അവരെ ചീത്തയായിട്ടൊന്നും പറയരുത്. നിങ്ങളുടെ മനസ്സിൽ എന്ത് വാക്ക് അവരോട് പറയുവാൻ രൂപപ്പെട്ടു വന്നാലും അതൊക്കെ നിങ്ങൾ വിഴുങ്ങുക തന്നെ വേണം. അവരുടെ നേരെ നോക്കി യാതൊന്നും പറയരുത്. അപ്പോൾ ഈ രക്ഷിതാവിനെ കണ്ടുകൊണ്ട് നമുക്ക് ബാക്കി പറയാം. അപ്പൊ ഐഷക്കുട്ടിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ കൂട്ടുകാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊക്കെ നിങ്ങൾ കേട്ടല്ലോ. മാതാപിതാക്കളെ കുറിച്ച്, മാതാപിതാക്കൾ കുട്ടികളെ അവഗണിക്കുന്നതിനെ കുറിച്ച്, മാതാപിതാക്കളെ അവരുടെ നേരെ നോക്കി മറ്റൊന്നും മോശമായി പറയരുത് എന്നത് ഉണ്ട്. ഒരു കൊച്ചുകുട്ടിക്ക് ബോധമുണ്ട്. കാരണം തന്നെ താനാക്കി വളർത്തുന്നത് തൻ്റെ മാതാപിതാക്കളാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ള ഒരു കുട്ടിയുടെ വാക്കുകളാണ് നാം കേട്ടത്. മറ്റൊന്നുമല്ല, മാതാപിതാക്കളും മറ്റു പുറത്തുള്ളവരും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്കറിയാമോ എന്ന് ആ കുട്ടി ചോദിക്കുന്നുണ്ട്. അതായത് കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പേ സ്നേഹിച്ചു തുടങ്ങുന്നവരാണ് കുട്ടികളെ സംബന്ധിച്ച് മാതാപിതാക്കൾ. എന്നാൽ ജനിച്ചതിന് ശേഷം മാത്രമാണ് സുഹൃത്തുക്കളെയും മറ്റുള്ളവരെയും നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുടെ സ്നേഹമല്ല മാതാപിതാക്കൾ. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങളോടൊപ്പം നിൽക്കുവാനും നിങ്ങളെ നിങ്ങളായിട്ട് മനസ്സിലാക്കുവാനും തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ അത് ജീവിതകാലം മുഴുവനും അത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മാത്രമേ കഴിയൂ എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ഒരു ചെറിയ കുട്ടി സംസാരിക്കുന്ന വാക്കുകൾ അത് എത്രത്തോളം വിലപ്പെട്ടതാണ് എന്നത് നാം ഒന്ന് വിലയിരുത്തി ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ എനിക്കുമുണ്ട് നമ്മുടെ മാതാപിതാക്കളോട് പറയാൻ കുറച്ച്. മാതാപിതാക്കളെ നിങ്ങൾ കുട്ടികളെ അവഗണിക്കരുത്, പരിഗണിക്കുക തന്നെ വേണം. കുട്ടികളോടൊപ്പമുള്ള നിമിഷങ്ങൾ, കിട്ടുന്ന സമയങ്ങൾ അത് അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ ശ്രദ്ധിക്കണം. മൂത്തൊരു കുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ ഇളയ കുട്ടിയുടെ സ്ഥാനം പിന്നെ കുറഞ്ഞു വരുന്നതായിട്ടൊരു തോന്നൽ അവരിൽ സൃഷ്ടിക്കരുത്. ഞങ്ങൾക്ക് 2 മാർക്ക് കുറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഞങ്ങളോട് ചോദിക്കരുത്, അടുത്ത വീട്ടിലെ കുട്ടിക്ക് അവന് ഇത്ര മാർക്കുണ്ടല്ലോ, നിനക്കെന്തേ കിട്ടാതെ പോയി എന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ മനസ്സിലാക്കാൻ ഒന്ന് പഠിക്കുക. ഞങ്ങൾ ആരാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും ഉണ്ടാകണം. നിങ്ങളാണ് ഞങ്ങളുടെ ലോകം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞങ്ങളുടെ പഠന കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തരുത്. ഇന്ന് നാം കണ്ടുവരുന്ന ഒരു കാര്യം എന്തെന്നാൽ, കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞു, +1 +2 പഠിച്ചു, അത് സയൻസ് ബയോളജി സബ്ജക്റ്റ് എടുത്ത് പഠിക്കുമ്പോൾ മാത്സ് ഒഴിവാക്കിക്കൊണ്ട് ബയോളജി സബ്ജക്റ്റ് എടുത്ത് പഠിപ്പിക്കുമ്പോൾ മാതാപിതാക്കളുടെ ചിന്ത +2-ന് ശേഷം മക്കളെ വല്ല ഡോക്ടറാക്കാം. അപ്പോൾ ഇന്ന് മാതാപിതാക്കളുടെ മനസ്സിലിരിക്കുന്ന ഏറ്റവും കരിയർ പോസിബിലിറ്റിയിൽ ഏറ്റവും ഉയർന്ന സ്റ്റാറ്റസ് നൽകുന്ന
ജോലി എന്ന് പറഞ്ഞാൽ അത് എൻജിനീയറും അത് ഡോക്ടറും, അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന കുറേ അധികം പാരൻസ് ഉണ്ട്. ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയില്ലേ, എന്നൊരു പോളിസി ചില മാതാപിതാക്കൾ കുട്ടികളുടെ മേലെ പ്രയോഗിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി കുട്ടികൾ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. ഒരിക്കലും മാതാപിതാക്കളെ നിങ്ങൾ കുട്ടികളെ നിർബന്ധിക്കരുത്. ആ കുട്ടിയുടെ കപ്പാസിറ്റി എന്താണ്, കുട്ടിക്ക് ഏത് വഴിയിലൂടെ സഞ്ചരിക്കാനാണ് പഠനത്തിന് താല്പര്യം, അപ്പോൾ പഠനത്തിന് +2 ശേഷം തിരഞ്ഞെടുക്കുന്ന ഏത് കോഴ്സായാലും അത് അവൻ്റെ ഭാവിക്ക് ഉപകരിക്കുന്നത് തന്നെയാവണം. അപ്പോൾ ഭാവിയെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന കോഴ്സ് അത് അവന് കൂടി താല്പര്യമുള്ളതാണോ അല്ലെങ്കിൽ അവൾക്ക് കൂടി താല്പര്യമുള്ളതാണോ എന്ന് നിങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു കോഴ്സിലേക്ക് അവനെ നയിക്കാവൂ. അതല്ല, +2 അത്യാവശ്യം മാർക്ക് വാങ്ങിച്ചൊരു കുട്ടിയെ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ ഇഷ്ടപ്രകാരം കോച്ചിങ് ക്ലാസ്സിൽ കൊണ്ടയാക്കി എൻട്രൻസ് കോച്ചിങ്ങിൽ ഇരുന്നു, അതിൻ്റെ പരീക്ഷ റിസൾട്ട് വന്നു, പിന്നീട് അവനെ മെഡിക്കൽ കോഴ്സിലേക്ക് പറഞ്ഞു വിട്ടു. പക്ഷേ അതിലൊക്കെ അവൻ അച്ഛനും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി മാത്രമായിരുന്നു. അവൻ മാനസികമായിട്ട് അല്പം റിലാക്സ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനത്തിലോ ആയിരുന്നില്ല കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കാൻ പോയിരുന്നത്. അങ്ങനെ പഠിക്കാൻ പോയി മനസ്സ് നിറയെ പ്രഷർ മാത്രമായി മാനസിക സംഘർഷം നിറഞ്ഞ ഒരു ലോകത്തിലൂടെയാണ് അവൻ സഞ്ചരിച്ചിരുന്നത്. വീട്ടുകാരോട് തന്നെ ഇത്രയധികം നിർബന്ധിച്ച് ഈ കോഴ്സിലേക്ക് പറഞ്ഞു വിടുന്നു. സാമ്പത്തിക നഷ്ടമുണ്ട്, സമയനഷ്ടമുണ്ട്, മാനസികമായ സമ്മർദ്ദമുണ്ട്. ഇതെല്ലാത്തിനിടയിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയുടെ മുഖം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആ ഒരു അറിവിൻ്റെ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് ഈ ഒരൊറ്റ കോഴ്സ് മാത്രമേ, അത് ഡോക്ടറായാൽ മാത്രമേ സമൂഹത്തിൽ പദവി കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എൻജിനീയർ ആയാൽ അതാണ് ഏറ്റവും ഉത്തമമായ ജോലി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മാതാപിതാക്കളെ നിങ്ങൾ അറിയുക, ഈ ലോകം വളരെ വിശാലമാണ്. അതുകൊണ്ട് തന്നെ +2 ശേഷം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കോഴ്സുകളും വളരെ വിശാലമാണ്. എത്രയോ കോഴ്സുകളുടെ വാതായനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. നമുക്ക് ഗവേഷണത്തിൻ്റെ വഴിയെ കുട്ടികളെ സഞ്ചരിപ്പിക്കാം. അതേപോലെ തന്നെ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടനവധി തൊഴിൽ സാധ്യതയുള്ള ഡിസൈനിങ് മേഖലയിൽ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളുണ്ട്, മീഡിയ രംഗത്ത് തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളുണ്ട്, ആരോഗ്യരംഗത്ത് തൊഴിൽ സാധ്യതയുള്ള ഒരുപാട് വിവിധ കോഴ്സുകൾ ആരോഗ്യരംഗത്ത് തന്നെയുണ്ട്. അത് ഡോക്ടർ എന്നല്ല, പാരാമെഡിക്കൽ കോഴ്സിൻ്റെ വൈവിധ്യമാർന്ന കോഴ്സസ് ഉണ്ട്. ഈ പാരാമെഡിക്കൽ കോഴ്സസ് ഇന്ന് നമുക്ക് നൽകുന്ന മേഖലകൾ ഒട്ടനവധിയാണ്. നിങ്ങൾ ഇതൊക്കെ എന്തേ ഓർത്തെടുക്കാത്തത്? ഇതൊക്കെ എന്തേ കണ്ടെടുക്കാത്തത്? കുട്ടികളിലേക്ക് ഇതൊക്കെ എന്തേ പറഞ്ഞു കൊടുക്കാത്തത്? നമ്മുടെ ഇടയിൽ ഇന്ന് വളരെ അതിപ്രഗത്ഭനായ ഒരു കരിയർ കൺസൾട്ടൻ്റ് ഉണ്ട്, ഡോക്ടർ വെങ്കിട്ടരാമൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ ഗൈഡൻസ് കുട്ടികൾ എപ്പോഴും നമ്മുടെ റേഡിയോയിൽ കുട്ടികൾ ചോദിച്ചറിയാറുണ്ട്. റേഡിയോയിലൂടെ +2 ശേഷം ഞാൻ +2 പഠിക്കുന്നത് ഹ്യൂമാനിറ്റി സബ്ജക്റ്റാണ്, എന്നാൽ ഈ +2 ശേഷം എനിക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മികച്ച കോഴ്സ് ഏതാണ്? ഞാൻ +2 ചെയ്യുന്നത് മാത്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സയൻസ് സബ്ജക്റ്റാണ്, എന്നാൽ ഞാൻ ഏത് വഴിക്കാണ് ഇനി തിരിയേണ്ടത്? സയൻറ്റിസ്റ്റ് ആവാം, സയൻസ് സബ്ജക്റ്റ് എടുക്കുന്നവർക്ക് ഗവേഷണ മേഖലയിലൂടെ പോവാം. അതേപോലെ തന്നെ ഐസർ എന്ന സ്ഥാപനമുണ്ട് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച്, IIST എന്ന സ്ഥാപനമുണ്ട്. അപ്പോൾ ഈ ഐസറിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ മികവാർന്ന സയൻറ്റിഫിക് നോളജോടുകൂടി പുറത്തു വരുന്നവരാണ്. അതേപോലെ തന്നെ ISROയുടെ കോഴ്സുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ദെൻ ISRO, ഇതേപോലുള്ള സ്ഥാപനങ്ങളെയൊക്കെ തിരിച്ചറിയേണ്ടതല്ലേ? അവിടെയുള്ള കോഴ്സസൊക്കെ എത്രയോ മഹനീയമായ ഒരുപാട് പദവി നൽകുന്ന കോഴ്സുകളല്ലേ? പിന്നെ എന്തേ മാതാപിതാക്കൾ നിർബന്ധം പിടിക്കുന്നു +2 ശേഷം മെഡിസിൻ മാത്രം പഠിച്ചാലേ തൻ്റെ കുട്ടിക്ക് ആവശ്യമായ പദവിയും ജോലിയും കിട്ടും എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന മാതാപിതാക്കളെ നിങ്ങളൊന്ന് മാറി ചിന്തിക്കുന്നേ. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ താല്പര്യം കൂടി കണക്കിലെടുക്കുന്നേ. കുട്ടികളോട് ചോദിച്ചറിഞ്ഞ് അവരെ ഗൈഡ് ചെയ്യേണ്ട ഒരു സമയം +2 ശേഷമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയമാണ്. അപ്പോൾ ആ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് അതിൻ്റെ സ്ഥാപനം ക്രെഡിബിലിറ്റി ഉള്ള സ്ഥാപനത്തിൻ്റെ ഭാഗമാക്കുവാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മൾ കോഴ്സിന് ചേർത്താൽ കോഴ്സിന് ശേഷം കുട്ടികൾ വെറുതെ നിൽക്കേണ്ടി വരും. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ എൻജിനീയറിംഗ് കോളേജസിൻ്റെ എണ്ണം എടുത്ത് നോക്ക്, എത്രത്തോളം എൻജിനീയറിംഗ് കോളേജസ് ഉണ്ട്. പക്ഷേ ഈ എൻജിനീയറിംഗ് കോളേജസിന് എല്ലാത്തിലും മികവാർന്ന ഒരു നിലവാരം ഉള്ളവ അതാണോ? അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു?
കോഴ്സിന് പ്ലസ് ടുവിന് ശേഷം ഏതെങ്കിലും ഒരു കോളേജിൽ പോയി എൻജിനീയറിംഗ് ഡിഗ്രി എടുക്കും. ഡിഗ്രി എടുത്തു കഴിഞ്ഞാലോ വീണ്ടും ഏതെങ്കിലും ഒരു ഇൻറ്റേൺഷിപ്പ് നന്നായിട്ട് ചെയ്താൽ മാത്രമേ കുട്ടിക്ക് ഒരു ജോലിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ ബാങ്കിങ് മേഖല, ഇൻഷുറൻസ് മേഖല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ ജോലി കണ്ടെത്തുന്നതിന് അനുകൂലമായ കോഴ്സും കരിയറും എല്ലാം ഉണ്ട് എന്നത് നാം മനസ്സിലാക്കിയിരിക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ കുട്ടികളെ പരുവപ്പെടുത്തിയെടുക്കുവാനും മാനസികമായിട്ടുള്ള ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് കുട്ടികളെ എത്തിച്ചുകൊണ്ട് നല്ലൊരു കരിയറിൻ്റെ ഭാഗമാക്കുവാനായിട്ട് വേണ്ട മോറൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് പാരൻസിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഐഷക്കുട്ടിയുടെ വാക്കുകൾ കൂടി നിങ്ങൾ കണക്കിലെടുക്കണം എന്നതുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കേ, വീഡിയോ എല്ലാ പാരൻസും ശ്രദ്ധിക്കുമല്ലോ. ശ്രദ്ധിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വരുന്ന പിന്തുണയ്ക്ക് എല്ലാവരോടും ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.